ഇതിന് മാത്രം പഴഞ്ചൊല്ല് പറയാനായിട്ട് ചേട്ടൻ അച്ഛനും അമ്മയ്ക്ക് എന്ത് ചെയ്യുന്നു? അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത്. മനസ്സിലായില്ല. അച്ഛൻ തെങ്ങേറ്റ അമ്മ വരമ്പത്ത് പാടത്ത് പണിക്ക് പോയി. അച്ഛനും അമ്മയ്ക്ക് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? താടിക്ക് തീ പിടിച്ചപ്പോ ബീഡി കത്തിക്കാൻ നോക്കിയതാണ് പുകഞ്ഞു പോയി. പുകഞ്ഞ കൊള്ളി പുറത്തു. ചേട്ടൻ്റെ അച്ഛനും എൻ്റെ അച്ഛനും ഒന്നിച്ച് പഠിച്ചതാ. നിനക്ക് അച്ഛനുണ്ടാ? പിന്നെ അമ്മ 4 പേരെ കാണിച്ചു തന്നിട്ടുണ്ട്. നിന്റെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. നിനക്ക് അങ്ങനെ തന്നെ വേണം. എന്താ? നിന്റെ അച്ഛനും എൻ്റെ അച്ഛനും കൂടെ ഒരുമിച്ച് പഠിച്ചതാണ്. എൻ്റെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതല്ലേ അങ്ങനെയാടാ. എന്താ? ദുഷ്ടന്മാരെ ദൈവം പനപോലെ. ചേട്ടൻ എൻ്റെ അച്ഛനെ കുറ്റം പറയാതെ ചേട്ടനൊരു അച്ഛനാണല്ലോ. ചേട്ടൻ്റെ മകൻ്റെ അടുത്ത് ദുബായിക്ക് പോയിട്ട് എന്തോ ആയി? കഷ്ടകാലത്തിന് തലമുട്ടടിച്ചപ്പോൾ കല്ലുമഴ പെയ്തെന്ന് പറഞ്ഞ പോലെയാണ് അവൻ്റെ അവസ്ഥ. ചേട്ടൻ്റെ മകനായോണ്ട് പറയല്ല, ചേട്ടൻ്റെതായ യാതൊരു ക്വാളിറ്റീസും അവനില്ല. മത്ത കുത്തിയ കുമ്പളം മുളക്കോ? ചേട്ടനോടില്ലെങ്കിൽ ഇച്ചിരിയെങ്കിലും കിട്ടണ്ടേ? ഉപ്പോളം പരിമോടാ ഉപ്പിലിട്ടത്. മുഖച്ചായ എങ്കിലും കിട്ടണ്ടേ? മുഖം നന്നാത്തിന് കണ്ണാടിയെ കുറ്റം പറഞ്ഞിട്ട് എന്താടാ? ഇങ്ങനെയാണ് മക്കളെയും പട്ടീനെയൊന്നും വളർത്തരുത്. പുറത്തേക്കണ പട്ടി എന്നെ കണ്ടിട്ട് കുറച്ചില്ല, കടിച്ചില്ല. കുരക്കണ പട്ടി കടിക്കാറില്ല, കടിക്കണ പട്ടി കുരക്കാറില്ല. അത് നന്നായി. അല്ല കല്യാണം വിളിക്കാൻ വന്ന എന്നെ പട്ടി അടിച്ചേനെ. നീ നശിക്കാൻ തീരുമാനിച്ച? ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഡിസംബറിൽ തണുപ്പല്ലേ? വാടിയ പൂ ചൂടിയാലും നീ ചൂടിയ പൂ ചൂടരുത്. ചേട്ടാ അവർക്ക് എന്റെ മുഖം കണ്ട് ഇഷ്ടപ്പെട്ട് കെട്ടി. നിന്റെ മുഖം കണ്ടാൽ അറിയാം നീ ഒരു സത്യസന്ധന. നിന്റെ മുഖം കണ്ടാൽ അറിയാടാ നീ ഒരു സത്യസന്ധന. സത്യം മുഖം കണ്ട് മനസ്സിലാവും. നിന്റെ മുഖം കണ്ടാൽ അറിയാം നീ ഒരു സത്യസന്ധന. എങ്ങനെ മനസ്സിലായേട്ടാ? സത്യത്തിന്റെ മുഖം എപ്പോഴും വികൃതമാണ്. ഓ വിശാച എവിടുന്ന്? താങ്ക് യു.